വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ആരേരെ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിലെത്തിയ ശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്ത കുറച്ച് പ്ലേസസിൻ്റെ വീഡിയോ ആണ് ഈ വ്ളോഗ്. ഇപ്പോൾ റോസ് പാർക്ക് റെസിഡൻസിയിലെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് റോസ് പാർക്ക് റെസിഡൻസിയുടെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള സെനിറ്ററി റോസ് പാർക്ക് ഗാർഡനിലേക്കാണ്. ഒന്നുകൂടെ പറഞ്ഞ ഊട്ടിയിൽ തണുപ്പുണ്ട്, പക്ഷെ പനിയൊക്കെ സെനിറ്ററി റോസ് പാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഗവൺമെൻറ് റോസ് ഗാർഡൻ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ജയലളിത റോസ് ഗാർഡൻ എന്നാണ്. ഈ റോസ് പാർക്ക് ഗാർഡൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടെറസ് ഗാർഡനിങ് ആണ്. റോസസ് എല്ലാം ടെറസ് പോലെ തട്ടായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഊട്ടിയുടെ ഏകദേശം ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഈ റോസ് ഗാർഡൻ ഇന്ത്യയിലെ തന്നെ വലിയ റോസ് ഗാർഡൻസിൽ ഒന്നാണ്. റോസ് പാർക്ക് ഗാർഡനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഊട്ടി ലേക്കിലേക്കായിരുന്നു. ഊട്ടി ലേക്കിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിംഗ് തന്നെയാണ്. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കിൾ ബോട്ട് എടുത്തും പോകാം, ഫാമിലി ആയിട്ടുള്ളവർക്ക് വലിയൊരു ബോട്ടിലും പോകാം. ഞങ്ങളൊരു 3-4 ഫാമിലീസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളൊരു സിംഗിൾ ബോട്ട് എടുക്കുകയാണ് ചെയ്തത്. ഈ ബോട്ടിങ്ങിന് പുറമെ ഊട്ടി ലേക്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും ഈവൻ മുതിർന്നവർക്ക് കയറാൻ പറ്റുന്ന റൈഡ്സും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് കുതിര സവാരിയുണ്ട്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് പ്ലേസസും ഉണ്ട്. ഇതെല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല, പക്ഷെ പറ്റിയതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അടുത്ത് ഞങ്ങൾ പോയത് ദൊദ്ദബേട്ട പീക്കിലേക്കാണ്. ഇവിടെ എൻട്രി ഫീ ഇല്ല കേട്ടോ.
നീൽഗിരിയിലെ 24 ഉയർന്ന പീക്കുകളിൽ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഇതെന്നാണ് ദൊന്തബേഡ പീക്കിന്റെ പ്രത്യേകത. ഈ പീക്കിലുള്ള ടവറിൽ കയറിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് മറ്റൊരു പ്രത്യേകത. അടുത്ത് ഞങ്ങൾ പോയത് പൈക്കര വാട്ടർഫാൾസിലേക്കാണ്. പൈക്കര റിവറും വാട്ടർഫാൾസും ഊട്ടിയിലെ മറ്റൊരു മനോഹര കാഴ്ചയാണ്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല. ബോട്ടിംഗ് ഉണ്ട്, പക്ഷെ അതിന് ചാർജ് ഉണ്ട്. കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം കുറച്ചു ദൂരം നടന്നാലേ ഈ ലേക്കിന്റെ അടുത്ത് എത്തൂ. ഇതാ കണ്ടില്ലേ നടന്നു പോണത്. രാവിലെ 8:30 മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഞങ്ങൾ എത്തിയപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലേക്കിന്റെ അടുത്തേക്ക് പോയി കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ ദൂരെ നിന്ന് കണ്ട കാഴ്ച തന്നെ വളരെ മനോഹരമായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് ഷൂട്ടിംഗ് ഹില്ലിലേക്കായിരുന്നു കേട്ടോ. ഊട്ടി പോകുമ്പോൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഷൂട്ടിംഗ് ഹില്ലും പൈൻ ഫോറസ്റ്റ്. അങ്ങനെ ഊട്ടിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടം കണ്ടു. അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതും കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി മേലെ പ്ലാന്റേഷനിലൊക്കെ കയറി. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലെ അവർ ചായ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ചായ ഫ്രീ ആണ്. തിരികെ വരുന്ന വഴിക്കാണ് വഴിയിൽ മാഗിയും ഉപ്പിലിട്ട മാങ്ങായും ഒക്കെ വെച്ചേക്കണ കണ്ടു. പിന്നെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 3 ദിവസത്തെ ഊട്ടി യാത്ര കഴിഞ്ഞതേ ട്രിവാൻഡ്രത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.